Happy birthday to you. Happy birthday to you. ഹായ് ഗൈസ്, അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട്. വേറെ ഒന്നുമല്ല, വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ടോട്ടലി ഞാൻ ഷോർട്സിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ നമ്മുടെ പിത്തൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ബോയ് നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അപ്പോൾ ഈ ഉറങ്ങുന്ന ടൈമും കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. നേരെ നമുക്കിന്ന് ആദ്യം തന്നെ പോകാനുള്ള പിത്തൂട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാനൊന്ന് എക്സ്ട്രാ ഒരു ഫേസ് വാഷിങ് കൂടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇനി പോയിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ ലെൻസ് വെക്കും. അപ്പോൾ ലെൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു, ചേച്ചി ഈ ലെൻസ് എങ്ങനെയാണ് വെക്കുന്നത്, ചേച്ചി ഈ ലെൻസ് വെക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു കണ്ണിന് കാഴ്ചയുടെ കുറവുണ്ട്. ചെറിയ രീതിക്കല്ല, നല്ല രീതിക്കുണ്ട്. 2.75 ആണ് എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-12 വർഷത്തോളം. ഞാൻ ഒരു +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ലെൻസ് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് ഞാൻ കയ്യിലിങ്ങനെ. അന്ന് ഡോക്ടർ പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ നേരെ ഡോക്ടർ അന്ന് വാസന ഐ കെയർ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ടൈമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ലെൻസ് വെക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ ഒരു ലെൻസ് വെക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മൾ ഈ കണ്ണാടി വെച്ച് നടക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഈസി ആയിട്ട് തോന്നിയത് ലെൻസ് വെക്കുമ്പോഴാണ്. അതാകുമ്പോൾ നമ്മുടെ കണ്ണങ്ങനെ ഒരു എന്തോ ഒന്ന് ഇരിക്കുന്ന പോലെ തോന്നുന്നില്ല. എനിക്ക് ടോട്ടലി എൻ്റെ കണ്ണിൽ ആ ഒരു ലെൻസ് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ലെൻസ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് വാങ്ങി വെക്കുക. പിന്നെ എന്തിനും ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇനിയൊന്ന് മേക്കപ്പിലേക്ക് കടങ്ങണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ണിൽ ലെൻസ് വെച്ചൊന്ന് പൗഡർ ഇട്ടു. അതിനുശേഷം ഞാൻ നേരെ ഒരു ലിപ്സ്റ്റിക് ഇട്ടു. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് മാമാർത്തിൻ്റെ ആണേ. നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലിപ്പിന് ആ ഒരു എന്താ പറയുക, ഒരു നാച്ചുറലി ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഞാൻ ഇന്ന് നേരെ പോയി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ രാഹുലേട്ടനെ വിളിച്ച് എണ്ണീപ്പിക്കണം. ഇനി അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിത്തുവിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വാങ്ങിയ AVTയുടെ പ്രീമിയം ടീയുടെ ലീഫിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഞാൻ ഒന്ന് ആദ്യമായി ട്രൈ ചെയ്യുവാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ ഇടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചായ ഇട്ടിട്ട് ഇനി നേരെ എല്ലാത്തിനെയും പോയി വിളിക്കണം. അപ്പോൾ ആദ്യം അച്ഛനെ വിളിക്കാമെന്ന് കരുതി. അച്ഛനാകുമ്പോൾ പെട്ടെന്ന് എണ്ണീറ്റിട്ട് കുളിച്ച് ഒക്കെ ഇരിക്കുമല്ലോ. നമ്മൾ ഇന്ന് പോകുന്ന അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലിക്കരയിലെ കൃഷ്ണസ്വാമി അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അടുക്കളയുടെ കാര്യം ആരും ഒന്നും നോക്കണ്ട. കാരണം 2-3 ദിവസമായിട്ട് ഭയങ്കര അലമ്പായിട്ട് കിടക്കുകയാണ് അടുക്കള. ഞാൻ വൃത്തിയാക്കി വെക്കും, അമ്മ അലമ്പാക്കും. ഇത് തന്നെയാണ് കുറേ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മ എണ്ണീക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. കാരണം ഇന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്, പായസം അടക്കം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ചായ ഇടുമ്പോഴെല്ലാം അമ്മയ്ക്കും ചായ ഇട്ട് കൊടുക്കണം. അമ്മയ്ക്ക് ചായ ഇടാൻ ഭയങ്കര മടി. അങ്ങനെ ഞാനിപ്പോൾ ചായ ഇട്ട് അമ്മയ്ക്കും എനിക്കും രാഹുലിനും ഉള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കുഞ്ഞു പൂച്ചയെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അച്ഛനെ എണ്ണീപ്പിച്ചു. പിന്നെ നേരെ ചെന്ന് ഞാൻ രാഹുലേട്ടനെ വിളിച്ചു. രാഹുലേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോത്ത് പോലെ എത്ര വിളിച്ചാലും എണ്ണീക്കില്ല. അങ്ങനെ ഒരു വിധം ഞാൻ മുഖത്ത് വെള്ളമൊക്കെ തളിപ്പിച്ച് എണ്ണീപ്പിച്ചിട്ടുണ്ട്. ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ മേക്കപ്പിലേക്ക് ഞാൻ നേരെ കടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൺലൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ താലിമാല എടുത്തിടട്ടെ. ഈ ഒരു മാല ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് രാഹുലേട്ടനായാലും അങ്ങനെ വലിയ നിർബന്ധമോ കാര്യമില്ല. ഇങ്ങനെ താലിയൊക്കെ ഇട്ട് അങ്ങനെ നടക്കണമെന്നൊന്നും വലിയ നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ മാല അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്താണ് മാല ഇടാത്തത്, എന്താണ് സിന്ദൂരം തൊടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരും താല്പര്യമില്ലേ. ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഇടാതിരിക്കുക. അതൊക്കെ നമ്മുടെ ഹസ്ബൻഡ്സിന് കുഴപ്പമില്ലെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ ഞാൻ പൗഡറൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഒരിച്ചിരി ബ്ലഷ് ഇടട്ടെ. ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തുട് ചവാന്ന് നമ്മുടെ കവളൊക്കെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ബ്ലഷൊക്കെ ഇട്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്ലഷാണ്. ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു നാച്ചുറലി ഗ്ലോ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അത് തന്നെ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ മണ്ടയ്ക്ക് ഐഷോഡായിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇച്ചിരി ഹൈലൈറ്റർ ഒന്ന് ജസ്റ്റ് മൂക്കിൻ്റെ അവിടെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ കൺമഷിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ബോൾഡായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഈ ഒരു കൺമഷി. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വിലയായാലും ഭയങ്കര കുറവാണ്. 79 രൂപയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ മാമാ
കളറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഈ മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്ത പ്രോഡക്റ്റൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ. രാഹുലേട്ടൻ കുളിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുങ്ങിയിട്ട് നേരെ ഇനി പിത്തൂനെ എണ്ണീപ്പിക്കണം. അവൻ ഇതുവരെ എണ്ണീറ്റിട്ടില്ല, അവൻ എണ്ണീക്കുകയും ചെയ്തിട്ടില്ല. അവനാണ് തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മേക്കപ്പ് കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരക്കുട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കമ്മലൊക്കെ ഒന്ന് ഇടണം, എന്നിട്ട് പിന്നെ ഹെയറും ഒന്ന് സെറ്റ് ചെയ്യണം. ഹെയർ ഇപ്പം നമ്മൾ അധികം സെറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ മാത്രമേ ഞാൻ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പുതിയ ഡ്രസ്സും കാര്യങ്ങളും എടുത്തപ്പോൾ എന്തായാലും ഞാനും രാഹുലേട്ടനും പിത്തുവും എല്ലാം കൂടി 3 പേർക്കുള്ള ഡ്രസ്സ് എടുത്തു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേയും കൂടി പിത്തുവിൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വർഷം പോയിട്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ പിത്തുവിനെ നനഞ്ഞ തോർത്തിട്ട് നന്നായിട്ട് തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളതല്ല, നന്നായിട്ട് തുടച്ച് എല്ലാം മാറ്റിയിട്ട് പോകുന്ന കരുതി. പിത്തുവിനെ രാവിലെ തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ജലദോഷമോ പനിയോ എന്തെങ്കിലും ഒക്കെ വരും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എടുത്തിട്ട് നിൽക്കുമ്പോഴത്തേനും അവൻ ഓക്കെയാണ്. അച്ഛൻ്റെ കൂടെ അവൻ ഭയങ്കര സെറ്റായിട്ടിരിക്കുകയാണ്. എപ്പോഴും അച്ഛൻ്റെ കൂടെ പുറത്തു പോകണം, ഓടി നടക്കണം, ഇതൊക്കെ തന്നെയാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അച്ഛനാണ് കേട്ടോ അവിടെ നിന്നിട്ട് അവനെ ആ ഡ്രസ്സൊക്കെ ഇടിക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ ഒരുവിധം നമ്മളിതാ ഡ്രസ്സൊക്കെ ഇട്ട്, ഇതാണെങ്കിൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഡ്രസ്സാണ്, ഇതിപ്പോഴാണ് ഇവനെ ചേർന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കോട്ട് സെറ്റാണ്, പക്ഷേ ഇത് പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്ന് എടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ ഇനി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുക. അപ്പം ഞാനും അച്ഛനും പിത്തുവും രാഹുലും മാത്രമേ നമ്മൾ അമ്പലത്തിൽ പോകുന്നുള്ളൂ. അമ്മ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ, അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കൃഷ്ണസ്വാമി അമ്പലം, നമ്മുടെ മാവേലിക്കരയിലെ കൃഷ്ണസ്വാമി അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു, എത്ര വർഷം പഴക്കമുള്ള അമ്പലമാണെന്നറിയാമോ. അപ്പോൾ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി വഴിപാടും കാര്യങ്ങളും എല്ലാം കഴിപ്പിച്ച് നമ്മൾ പുറത്തിറങ്ങി. അമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിത്തുവും വലുതായിട്ട് അങ്ങോട്ട് എണ്ണീറ്റില്ല. സത്യം പറഞ്ഞാൽ അവനിങ്ങനെ എന്തോ ഉറങ്ങി തൂങ്ങി നിൽക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഈ ഒരു ഓട്ടോ താഴെ ഇറക്കി കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഓടി നടക്കും, മണ്ണ് വാരും. അങ്ങനെ നമ്മൾ അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഗോപുരത്തിൻ്റെ അവിടെ ഒരു പടി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ അമ്പലത്തിൽ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ്. വേറൊന്നുമല്ല, ഈ ഒരു കോണിപ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുത്തനെ ഉണ്ടാക്കി വെച്ചേക്കാം. അന്നത്തെ കാലത്ത് രാജാക്കന്മാരൊക്കെ ഈ അമ്പലത്തിൽ വരുമ്പോൾ മണ്ടയ്ക്ക് പോയിരുന്നതിൻ്റെ കാര്യങ്ങൾ ഓരോന്നൊക്കെ സംസാരിക്കാറുണ്ട്, യോഗം കൂടാറുണ്ട്. അപ്പോൾ അത് കേൾക്കാനായിട്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ വീഴാൻ വേണ്ടിയിട്ട് അത്ര ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ കേട്ടത്, എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ എന്തെങ്കിലും പറയണം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കണം. ഓൾറെഡി ഞാൻ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം പരിപാടി നമ്മൾ ഇതിനടുത്ത് തന്നെയുള്ള KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ശ്രീ വെങ്കടേശ ഹോട്ടലിൽ പോയിട്ട് ഒരു നെയ്റോസ്റ്റ് കഴിക്കൽ പതിവുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഇവിടെ മിസ് ചെയ്യാത്തൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അങ്ങനെ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനിയും ഒരുപാട് പരിപാടീസൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിത്തുവിനെ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം പിത്തുവിൻ്റെ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേയുടെ ഡ്രസ്സ് തന്നെ ഇട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പോകണേ. അപ്പോൾ ഞാനും രാഹുലേട്ടനും ഒരുവിധം പിത്തുവിനെ പിടിച്ചിരുത്തിയൊക്കെ ഡ്രസ്സ് ഇടിക്കുന്നുണ്ട്. ആൾ ഒരു വിധത്തിൽ നടക്കുന്നില്ല. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ പിത്തുവിനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. വന്ന് ഇപ്പം തന്നെ ഒരു 10 മണിയൊക്കെ ആയി ആളിനെ കുളിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട്, ഇത് ഈ കോട്ടും സൂട്ടും ഒക്കെ ആയതുകൊണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പിത്തുവിൻ്റെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തേക്കുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. പക്ഷേ വന്നപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവനെ ആ ഒരു ഡ്രസ്സിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ വെച്ച് ഉഡായിപ്പായിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ ഐറ്റം നല്ലൊരു ക്വാളിറ്റിയിലും നല്ല ഡ്രസ്സ് അവൻ ഇട്ട് കഴിഞ്ഞപ്പോഴും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിത്തുവിൻ്റെ ഡ്രസ്സിനെ പറ്റി എന്തായാലും അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ ഒരുവിധം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിത്തുവിനെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചായിരുന്നു കേട്ടോ. നമ്മൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫോട്ടോസൊക്കെ നമ്മൾ പതിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരെ വന്നിരുന്നിട്ട് നമ്മുടെ
ഡെക്കറേഷൻ പരിപാടിയിൽ കിടന്നു. അപ്പോൾ എൻ്റെ അനിയനും ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഒരു ചെറിയ സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്യാനുള്ളത്. അപ്പോൾ രാഹുലേട്ടനും ഞാനും കൂടി ചേർന്ന് ഒരുവിധം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പിത്തൂൻ്റെ സെലിബ്രേഷനുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെയും രാഹുലേട്ടൻ്റെയും മാത്രം സെലക്ഷൻസ് ആണ് കേട്ടോ. പിത്തൂന് ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ വലിയ വിവരമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയാനുള്ള ആ ഒരു അറിവ് അവനായിട്ടില്ലല്ലോ. പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും അവൻ പറയും എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മൾ പിന്നെ നല്ല രീതിയിൽ തന്നെ ഗ്രാൻഡായിട്ട് തന്നെ നമ്മളെല്ലാ പരിപാടിയും നടത്തുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ആ ഒരു സന്തോഷത്തിനും കാര്യത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെലിബ്രേഷനും കാര്യം. പിന്നെ കഴിഞ്ഞ വട്ടമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആർക്കും പിത്തുവിൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല. അതും കൂടി ചേർത്തിട്ട് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിനടുത്തുള്ള ഒരാൾക്കാരുടെ നിന്നാണ് നമ്മൾ കേക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അച്ഛനാണെങ്കിൽ അവിടെ കുക്കിങ്ങിലാണ്. ഇന്ന് ഫുൾ അച്ഛൻ്റെ പ്രിപ്പറേഷനാണ്. ചിക്കൻ ബിരിയാണിയും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. എന്താ കാര്യമെന്ന് അറിയത്തില്ല. പിത്തു ആണെങ്കിൽ എപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈം ആയിക്കഴിഞ്ഞാലും കരയും. കഴിഞ്ഞ വട്ടം ഇതുപോലെ തന്നെ അവന് കേക്ക് കട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്കറിയത്തില്ല ഇനി അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന കേക്ക് കട്ട് ചെയ്ത് എങ്ങനെ നശിപ്പിക്കുമെന്ന് ആലോചിച്ചിട്ടാണോ അവൻ ഈ ഒരു വിഷമമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവൻ അതങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനൊരു കരച്ചിൽ കഴിയും. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന് പിന്നെ കേക്ക് കൊടുത്താലും കഴിക്കത്തില്ല. ആദ്യമൊക്കെ എന്തോ വേണ്ട എന്ന് പറഞ്ഞ് തല മാറ്റി പോവായിരുന്നു. ഞങ്ങൾ എത്ര കൊടുത്തിട്ടും കേക്ക് കഴിക്കുന്നില്ല. തല്ലുണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇത് തന്നെയായിരുന്നു അവൻ്റെ പരിപാടി. അങ്ങനെ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിയെടുത്തിട്ട് കഴിക്കാൻ നോക്കുന്നുണ്ടായിരുന്നേ. രാഹുലേട്ടന് പിന്നെ അവനെ ഒന്ന് കരയിച്ചില്ലെങ്കിൽ ഒന്ന് വഴക്കുണ്ടാക്കിച്ചില്ല സമാധാനം വരത്തില്ല. ആ കേക്കിൻ്റെ ഇതൊക്കെ കൊണ്ട് ആ കൊച്ചിൻ്റെ മുഖത്ത് തേക്കുമായിരുന്നു രാഹുലേട്ടൻ്റെ പരിപാടി. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയും ചെറിയ പരിപാടിയാണ്. ഞങ്ങൾ ഒരു 6 പേരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പരിപാടി നടത്തിയതാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡിങ്ങിലോട്ട് പോയ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഫുഡ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ബിരിയാണിയും പിന്നെ ഒരു പ്രഥമനുമായിരുന്നു കേട്ടോ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ പൃഥുവിന് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ഹരിപ്പാടുള്ള വെറ്റ്ലാൻഡിലോട്ട് പോകുമായിരുന്നേ. അപ്പോൾ വെറ്റ്ലാൻഡിൽ നമ്മൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുത്തത് ഇവിടുന്ന് നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യം ഇവിടുന്ന് നിന്ന് തന്നെ ആയിരുന്നേ. അങ്ങനെ ഇവിടെയാണ് കൊച്ചുകുട്ടികളുടെ ആയാലും വലിയവരുടെയൊക്കെ ആയാലും നല്ല കളക്ഷൻസും കാര്യമുണ്ട്. പിന്നെ നല്ലൊരു സർവീസും കാര്യമായിരുന്നു. അവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പൃഥുവിനോടൊക്കെ ഭയങ്കര ഒരു കാര്യമായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊരു 5-6 ജോഡി ഡ്രസ്സ് പൃഥുവിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലിടാനുള്ളതും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ പിത്തുവിന് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഒരു എന്താ പറയുക ട്രൗസറും ടീഷർട്ടും പോലുള്ളതിനൊക്കെ ഒരു വെറും 65 രൂപയൊക്കെ ഉള്ളൂ. അത്രയും വിലക്കുറവാണ് അവിടെ. പിന്നെ അവിടുത്തെ നല്ല നല്ല കളക്ഷൻസാണ്. ലേഡീസിൻ്റെ ഒക്കെ കളക്ഷൻസ് നല്ല ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെറ്റ്ലാൻഡ് ഹരിപ്പാടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്തുണ്ട്. മമ്മൂട്ടിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ സമയത്ത് ഭയങ്കര ആൾക്കാരാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പിന്നീടും ഇപ്പോഴും നമ്മൾ വെറ്റ്ലാൻഡിൻ്റെ ആ ഒരു വഴി പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും ഭയങ്കര ആളാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ അവിടെ കയറാതിരിക്കത്തില്ല. അങ്ങനെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാഹുലേട്ടനായാലും ഇനിയും വരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ എനിക്കാണെങ്കിൽ അവിടെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഇട്ടേക്കുന്നുണ്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ചുരിദാറാണോ സാരിയാണോ ഒന്നും അറിയില്ല, പക്ഷെ അത് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബില്ല് ചെയ്ത് അവർ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ബിസിയായ ഡേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പിത്തൂട്ടൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയൊരു വീഡിയോ വരും വരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.